സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതനിൻ വലയും തികച്ചു സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. അത്ഭുത സ്നേഹമാം സ്വർഗീയ താതനിൻ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോ. ശത്രുവാം എന്നെയും തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനിൻ അതുല്യ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ. വിൺദൂതർക്കും പാടാൻ അസാധ്യമായത്. കാൽവാരിഗിരിയിൽ കാൽഗാരം തുളച്ച മന്നാതി മന്നതിൻ മാറാത്ത സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകാൽ യൂട്യൂബ് ചാനൽ വഴി പ്രോഗ്രാം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ചിന്തിച്ചുകൊണ്ട് വരുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. സ്തോത്രം. പുതിയ നിയമത്തിൽ എവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം തുടങ്ങിയത് എന്ന് നമ്മൾ ആമേൻ ദിവസങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലവും ആമേൻ അതേ വിഷയത്തിൽ തന്നെ മുൻപിലോട്ട് പോകുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ വലിയ വ്യാപാരം നമ്മുടെ മധ്യേ കർത്താവ് അയക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്കായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലിന് കാരണമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ മഹത്വത്തിലേക്ക് നമുക്കൊന്നുകൂടെ മുമ്പിലോട്ട് വരാമല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവശബ്ദത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തല പ്രവർത്തികൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഒരു കൽപ്പനയാണ്. സ്തോത്രം. ആമേൻ. ഈ പുസ്തകത്തിൽ നമുക്കറിയാം, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് സംസാരിച്ചു. 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ 9-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള ശിഷ്യതും 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സ്വർഗ്ഗാരോഹണവും നമുക്കവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൻ്റെ വലിയ കരുതൽ ഈ പുസ്തകത്തിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇവിടെ
ആമേൻ വലിയ അത്ഭുതങ്ങളിലേക്ക് ആമേൻ വരികയാ. സ്തോത്രം. നോക്കിക്കേ, ഇവിടെ വായിച്ച വാക്യം ഇതാണ്. ആമേൻ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നമുക്കറിയാം യോഹന്നാന്റെ സ്നാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഭയങ്കര ശുശ്രൂഷയാണ് യോഹന്നാന്റെ സ്നാനം എന്ന് പറയുന്നത്. യോഹന്നാന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ്. ഭയങ്കര ശക്തമായ വാക്കുകളാണ് യോഹന്നാൻ സ്നാപകന്റെ ആമേൻ വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഈ യോഹന്നാന്റെ വാക്ക് ഇതാണ്: സർപ്പസന്തതികളെ, വരുവാനുള്ള ദൈവകോപത്തെ വിട്ടൊഴിഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ കോപത്തെ എന്ത് ചെയ്യണം? വിട്ടൊഴിയണം. സ്തോത്രം. അപ്പോ ആ വാക്കുകൾ ഇന്ന് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം അന്നത്ര ശക്തമായി. എന്നാൽ ആ വചനത്തിന് ഇന്നും ശക്തിയുണ്ട് കേട്ടോ. ആമേൻ. സ്തോത്രം. ഇന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റുമോ? ഇന്നൊരിക്കലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ നോക്കിക്കേ, ഇവിടെ 11-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. കണ്ടോ? അപ്പോൾ ഈ വാക്ക് ആരാ പറഞ്ഞേ? ഹല്ലേലൂയ. കർത്താവാണ് ഈ വാക്ക് പറഞ്ഞത്. എപ്പോഴാ പറഞ്ഞേ? ഉയർത്തെഴുന്നേറ്റ ശേഷം. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്കണം. ഒന്ന്, ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവജനം ഒത്തൊരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി വരുമ്പോൾ, ദൈവശബ്ദത്തിനായി മുഴങ്കാൽ മടക്കുമ്പോൾ, ഇവിടെ പറയുക, കർത്താവ് പറഞ്ഞ ശബ്ദം ഓർത്തവർ. കർത്താവിൻ്റെ വാക്ക് ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ, ഓ ഇന്ന ബ്രദർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, അല്ലേ? നമ്മൾ പറയാറില്ലേ? അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്നോട്, ഇന്ന സഹോദരി എന്നോട് ഇങ്ങനെ ഈ വാക്കുകൾ സംസാരിച്ച് ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ കാര്യം ഇവർ ഓർക്കുകയാണ്. സ്തോത്രം. എങ്ങനെ? പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം. ദൈവപൈതലേ, ആമേൻ. ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചില്ല എങ്കിൽ സകലത്തെയും നയിക്കുന്ന, സകലത്തെയും, ആമേൻ, സകലത്തിൻ്റെയും കാരണഭൂതനായിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ, പ്രൈസ് ദി ലോർഡ്, നമുക്കറിയാം യോഹന്നാൻ സുവിശേഷം, ആമേൻ, 1-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോഴും, ആമേൻ, ലൂക്കായുടെ സുവിശേഷം 1:1, ആമേൻ, ദൈവകുഞ്ഞെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിന്തിക്കണം, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ആള് മാറിയവനാകും. ഹല്ലേലൂയ. അപ്പോൾ ഒരു മാറ്റവും ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഇവന്റെ മേൽ എന്തില്ല? പരിശുദ്ധാത്മാവില്ല. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യത്യാസം വരും. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഡിഫറൻസ് ആയിരിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ പുള്ളിക്കാരൻ, ആ വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം സഞ്ചരിക്കുന്ന ഒരു ആത്മീക ദൈവ പൈതലിന് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഉറപ്പായിട്ടും. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇവിടെ മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്ന ഒരു വാക്ക് 3-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം, ആമേൻ, ഏൽപ്പിച്ചുകൊള്ളുന്നു. സ്തോത്രം. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാൻ ആകുന്നു, അവൻ്റെ ചെരുപ്പ്, ആമേൻ, ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരമാത്മാവിലും
തീയിലും സ്നാനം ഏൽപ്പിക്കും. കണ്ടോ? എങ്ങനെ? ഒന്ന് പരിശുദ്ധാത്മാവ്, രണ്ട് തീ. ഈ മൂന്ന് കാര്യങ്ങളിലും ആമേൻ നിങ്ങളെ അവരെന്ത് ചെയ്യും? നയിക്കാൻ പോകുക, ശുശ്രൂഷ ഏൽപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. ഈ മാനസാന്തരത്തിന്റെ അല്ല, പരിശുദ്ധാത്മാവിന്റെ ആമേൻ പാപങ്ങളെ ഉണർത്തുന്ന ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യം ദൈവം നിങ്ങളെ ഏൽപ്പിക്കാൻ പോകുക. ആ ശുശ്രൂഷ നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ആള് മാറിയവനായി, നിങ്ങൾ ആ ആള് മാറിയവനെ പോലെ. കണ്ടോ? ഇവിടെ 13-ാം വാക്യം പറയുന്നു, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ അരികെ അവന്റെ അടുക്കൽ വന്നു. ആമേ. കണ്ടോ? അപ്പൊ യേശു യോഹന്നാന്റെ കൈക്കീഴിൽ, എലിസബത്തിന്റെ കയ്യിൽ യോഹന്നാൻ യേശുവിന്റെ അമ്മയായിരിക്കുന്ന മറിയ കൈ കൊടുക്കുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ഉരുവായി കിടക്കുന്ന യോഹന്നാൻ ഉദരത്തിൽ കിടന്ന് തുള്ളിക്കളിച്ചു. അതിന്റെ അർത്ഥം ആമേൻ, ഞാൻ നിന്റെ മകനെ സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി അതിശക്തമായി വെളിപ്പെടുന്നു. യോഹന്നാൻ പേടിച്ചുപോയി. ആമേൻ. 15-ാമത്തെ വാക്യം പറയുന്നു, യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതിന്. ആമേൻ. സ്തോത്രം. കണ്ടോ? നിവർത്തിക്കേണ്ടതിന് നീ ഇതിപ്പോ എന്നെ സ്നാനപ്പെടുത്തണം. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. പ്രാവെന്ന പോലെ, കേട്ടോ? പ്രാവല്ല, പ്രാവെന്ന പോലെ. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഇങ്ങനെ ചോദിച്ചു, അഭിഷേകത്തിനെ, പാസ്റ്ററെ, യേശു സ്നാനപ്പെട്ടപ്പോൾ പ്രാവ് ഇറങ്ങി വന്നല്ലോ. എനിക്കന്ന് അത്രയൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ വചനം പഠിച്ചു വന്ന സമയത്തൊക്കെ മനസ്സിലായി, പ്രാവല്ല, പ്രാവെന്ന പോലെ യോഹന്നാന് തോന്നി. ഇതാ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരികയാ. ആമേൻ. സ്തോത്രം. അടുത്ത പദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. കണ്ടോ? ഒരു ശബ്ദം കേട്ടു. എന്തെല്ലാം യേശുവിനെ പറ്റി പറഞ്ഞല്ലേ. പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ മധ്യേ വെളിപ്പെടുത്തുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പകലിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ പിന്നെയും അനുഗ്രഹിക്കണം. വചനത്തിൻ്റെ ആഴങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുമാറാകണം. സ്വർഗ്ഗം ഞങ്ങളെ പിന്നെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിനത്തെ കർത്താവിൻ്റെ പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.